നമസ്കാരം. നമ്മൾ ഇന്ന് +2 ബയോളജിയുടെ സുവോളജിയിലുള്ള മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ഭാഗമാണ് പഠിക്കുന്നത്. അപ്പൊ എന്താണ് റീപ്രൊഡക്ഷൻ എന്നും റീപ്രൊഡക്ഷനിൽ നടക്കുന്ന പ്രധാന ഈവൻസുകൾ, അതുപോലെ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നിവയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നമുക്ക് എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് നോക്കാം. What is mean by reproduction? Reproduction is the ability to produce their own offspring. അതായത് ജീവജാലങ്ങൾക്ക് അവയുടേതായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 types. ഏതൊക്കെയാണ്? അസെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും. അപ്പോൾ മനുഷ്യർക്ക് നടക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. എന്തൊക്കെ പ്രധാന ഈവൻസുകളാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഗ്യാമറ്റോജെനസിസ്. എന്താണ് ഗ്യാമറ്റോജെനസിസ്? ഗ്യാമറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ ഗ്യാമീറ്റ്സുകൾ ഫോർമേഷൻ നടക്കുന്ന പ്രോസസ്സിനെയാണ് ഗ്യാമറ്റോജെനസിസ് എന്ന് പറയുന്നത്. എന്താണ് ഗ്യാമീറ്റ്സുകൾ? മെയിൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമീറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പേം. അതുപോലെ തന്നെ ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റിനെ വിളിക്കുന്ന പേരാണ് എഗ് അല്ലെങ്കിൽ ഓവം. ഇപ്പൊ ഈ സ്പേം ഇൻ മെയിൽ അല്ലെങ്കിൽ എഗ് ഓർ ഓവർ ഇൻ ഫീമെയിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഗ്യാമറ്റോജെനസിസിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സുകളെ സ്പേമിന്റെ ഫോർമേഷനെ സ്പെർമാറ്റോജെനസിസ് എന്നും എഗിന്റെ ഫോർമേഷനെ അല്ലെങ്കിൽ ഓവത്തിന്റെ പ്രൊഡക്ഷനെ oogenesis എന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു റീപ്രൊഡക്ഷന്റെ പ്രധാനപ്പെട്ട ഈവൻസുകൾ എന്ന് ചോദിച്ചാൽ ഗ്യാമറ്റോജെനസിസ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഗ്യാമറ്റോജെനസിസ്. ഇനി രണ്ടാമത്തെ പ്രോസസ് ആണ് ഇൻസെമിനേഷൻ. എന്താണ് ഇൻസെമിനേഷൻ? ട്രാൻസ്ഫർ ഓഫ് സ്പേം ഇൻടു ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട് ഈസ് കോൾഡ് ഇൻസെമിനേഷൻ. ദെൻ മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഫെർട്ടിലൈസേഷൻ. Fertilization means fusion of male and female gametes. മെയിൽ ഗ്യാമീറ്റ്സ് ആയിട്ടുള്ള സ്പേമും ഫീമെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഫെർട്ടിലൈസേഷന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? നാലാമത്തെ ഈവൻസ് ആണ് ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഉണ്ടാകുന്ന സിംഗിൾ സെല്ലായ സൈഗോട്ട്. അത് മൈറ്റോട്ടിക് ഡിവിഷൻസിന് വിധേയമാവുകയും പുതിയ സെൽസുകൾ ഫോം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അത് ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന സ്റ്റേജിലേക്ക് എത്തുന്നു. അങ്ങനെ ബ്ലാസ്റ്റോസിസ്റ്റായി മാറുകയും പിന്നീട് അത് ചെന്ന് യൂട്രസിന്റെ വോളിൽ ചെന്ന് അറ്റാച്ച് ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് അടുത്ത പ്രോസസ്? ബ്ലാസ്റ്റോസിസ് അറ്റാച്ച്ഡ് ടു ദ യൂട്രിൻ wall of the female. It is called implantation. Next one. Implantation നടന്ന ഒരു ബ്ലാസ്റ്റോസിസ്റ്റിൽ പിന്നീട് ഫീമെയിൽസിന്റെ യൂട്രസിൽ ഇരുന്ന് അതിന്റെ ഡിവിഷൻസും അതുപോലെ തന്നെ ഡെവലപ്മെന്റും പൂർത്തിയാകുകയാണ്. ഇങ്ങനെ ഇത് ഏകദേശം 280 days പൂർത്തിയാക്കിക്കൊണ്ടാണ് ഹ്യൂമൻസിൽ ഇതിന്റെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. ആ പീരീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെസ്റ്റേഷൻ. ഏകദേശം 280 ദിവസമാണ് മനുഷ്യരിലെ ഈ ജെസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പീരീഡ് കൊണ്ടാണ് അതിന്റെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ അതിന്റെ ജീവിതചക്രം ഡെവലപ്മെന്റ് പൂർത്തിയാക്കുന്നത്. Then last one, after the gestation അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ വളർച്ചയെത്തിയ എംബ്രിയോ അത് അമ്മയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നു.
ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡെലിവറി എന്ന് വിളിക്കുന്നു. അപ്പോ എന്താണ് ജസ്റ്റേഷന് ശേഷം 280 ദിവസം അതിന്റെ വളർച്ച പൂർത്തിയായതിനു ശേഷം ജീവി അല്ലെങ്കിൽ കുഞ്ഞ് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പാർച്ചുറേഷൻ അല്ലെങ്കിൽ ഡെലിവറി എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്ന ഈവെന്റ്സുകൾ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ 6 എണ്ണമാണ് നമ്മൾ എഴുതേണ്ടത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്.